ഒഡീസിയൂസിനും പെനിലോപ്പിനും ടെലിമാക്കസിനുമൊപ്പം നോളൻ്റെ ഒഡീസിയിൽ കടലും ഒരു വലിയ കഥാപാത്രമാകുന്നുണ്ട്, ഒരു കവിതയാവുന്നുണ്ട്. ട്രോയിയുടെ പതനത്തിന് ശേഷം മടക്കയാത്രയിൽ വിചിത്രമായ ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഒഡീസിയൂസിന് കടലിൻ്റെ സമുദ്രത്തിൻ്റെ മാർത്തട്ടിൽ നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. നഥാനിയൽ ഹോത്തോണിൻ്റെ ദ ഓഷ്യൻ എന്ന കവിതയിലെ കുറച്ച് വരികൾക്ക് നോളൻ്റെ ഒഡീസിയുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അതിൽ നഥാനിയൽ ഹോത്തോൺ എഴുതുന്നുണ്ട് ദ ഓഷ്യൻ എന്ന കവിതയിൽ, ദ എർത്ത് ഹാസ് ഗിൽറ്റ്, ദ എർത്ത് ഹാസ് കെയർ, and quiet are its graves, but peaceful sleep is over there beneath the dark blue waves. ഭൂമിയിലെ അശാന്തമായ അലച്ചിലുകൾക്കപ്പുറം സമുദ്രത്തിൻ്റെ മാർത്തട്ടിലെത്തുമ്പോൾ നിങ്ങൾക്കവിടെ അപാരമായൊരു ശാന്തത അനുഭവിക്കാനാകും എന്ന് ഹോത്തോൺ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒഡീസിയിലെ ഈ ഒരു സൈറൻ കേൾക്കുന്ന ആ സീൻ വളരെ വളരെ ഫിലോസഫിക്കലി സൈക്കോളജിക്കലി അതിൽ അഗണി ഉണ്ട്, അതിൽ പെയിൻ ഉണ്ട്, അതിൽ റിയലൈസേഷൻ ഉണ്ട്. ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് റിമൈനിങ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമുദ്രം എന്ന ഈ കവിതയിൽ ചോദിക്കുന്നത്, അതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദ ഓഷ്യൻ ഹാസ് ഇറ്റ്സ് സൈലന്റ് കേവ്സ്, സമുദ്രത്തിന് നിശബ്ദമായ ഗുഹാമുഖങ്ങളുണ്ട് എന്ന് എഴുതുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ തിരിച്ചറിവ് ലഭിക്കുന്നത് ആ ശാന്തതയിൽ നിന്നാണ്. ഭൂമിയിലെ അശാന്തമായ അലച്ചിലുകൾക്കപ്പുറം നിങ്ങൾക്ക് ശാന്തമായ ഒരു അനുഭൂതിയിലേക്ക് എത്തണമെങ്കിൽ ഈ സമുദ്രത്തിൻ്റെ മാർത്തട്ടിലെ ശാന്തതയെ പുൽകൂ എന്ന് പറയുന്നുണ്ട്. നോളൻ്റെ ഒഡീസിയിൽ അശാന്തമായ ഒരുപാട് വിചിത്ര സംഭവങ്ങളുണ്ട്. ഒഡീസിയസിനെ കാത്തിരിക്കുന്ന ഭീമാകാരങ്ങളായിട്ടുള്ള വിചിത്ര രൂപങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ സമുദ്രത്തിൻ്റെ ആ ഒരു ശാന്തതയെ അനുഭവിക്കാൻ കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഘടന തന്നെ മാറുന്നുണ്ട്. സോ പ്ലീസ് റീഡ് ദ ഓഷ്യൻ ബൈ നഥാനിയൽ ഹോത്തോൺ.